മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ട് ഞാൻ 3 സവാളയും 2 പച്ചമുളകും എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുട്ട. അപ്പോൾ ഈ വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടിയെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്കൊരല്പം ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയും കൂടെ അതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ ചിക്കി തൂത്തിയെടുത്ത് പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ദാണ്ട നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സലാഡ് ഉണ്ടാക്കണ്ടേ. അതിനായിട്ടൊരു കുക്കുംബർ, ഒരു സവാള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ആവശ്യത്തിന് തൈരും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചപ്പാത്തിയും എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ സലാഡും നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റാണിത് കേട്ടോ.